നമസ്കാരം. കാണാം വാർത്തകൾ ഇതുവരെ വേഗത്തിൽ. പശ്ചിമേഷ്യയിൽ യുദ്ധസമാന സാഹചര്യം. ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാൻ. ജെറുസലേമിലും ടെൽ അവീവിലുമാണ് ഇറാൻ ആക്രമിച്ചത്. ജെറുസലേമിലുണ്ടായ സ്ഫോടനത്തിൽ 60 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഇറാനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നു. ഇറാന്റെ വ്യോമ കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇന്ന് പുലർച്ചെയും ഇസ്രായേൽ ആക്രമണം നടത്തി. 78 പേർ കൊല്ലപ്പെട്ടതായി യുഎന്നിലെ ഇറാൻ സ്ഥാനപതി അറിയിച്ചു. സമാധാനം നിലനിർത്തണമെന്ന് യുഎൻ ആവശ്യപ്പെട്ടു. ഇറാൻ വീണ്ടും ആക്രമിക്കുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിലേക്ക് മാറിയെന്ന് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളിൽ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആശങ്ക അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിൽ എത്രയും വേഗം സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത നെതന്യാഹുവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. നെതന്യാഹുവുമായി സംസാരിച്ച വിവരം തന്റെ എക്സ് അക്കൌണ്ടിലൂടെ മോദി പങ്കുവച്ചു. നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും സഞ്ചരിച്ചിരുന്ന വാഹനം തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിച്ചതിനെ ചൊല്ലി വിവാദം. പരിശോധനയ്ക്കിടെ ഷാഫിയും രാഹുലും ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സർവീസിനുള്ള പാരിതോഷികം തരാം, ഓർത്തുവെച്ചോ എന്നായിരുന്നു ഉദ്യോഗസ്ഥനോടുള്ള രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഭീഷണി. വാഹന പരിശോധനയുമായി സഹകരിച്ചെന്ന് ഷാഫി പറമ്പിൽ. ഡിക്കി തുറക്കാൻ പറഞ്ഞു, തുറന്നു. പെട്ടി പുറത്തെടുക്കാൻ പറഞ്ഞു, പുറത്തെടുത്തപ്പോൾ പരിശോധിച്ചില്ല. അപ്പോഴാണ് പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചതെന്ന് ഷാഫി പറമ്പിൽ. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ആരുടെയും വാഹനങ്ങൾ പരിശോധിച്ചതായി ഇതുവരെ ഞങ്ങൾക്ക് അറിവില്ലെന്നും ഷാഫി. അപമാനിക്കാൻ ശ്രമിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളെ അപമാനിക്കേണ്ട കാര്യമില്ലല്ലോ. CPM നേതാക്കളുടെയോ മാധ്യമപ്രവർത്തകരുടെയോ വാഹനം പരിശോധിച്ചതായി അറിവില്ല. ഈ പരിശോധന ബോധപൂർവമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ചിരുന്ന വാഹനം പരിശോധിച്ച നടപടി ശരിവെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടന്നത് സാധാരണ പരിശോധനയാണ്, അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി. പരിശോധനയ്ക്ക് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കൾ. പരിശോധന പാലക്കാടിന്റെ തനിയാവർത്തനമെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. സർക്കാരിന് സമനില തെറ്റിയെന്ന് ബിന്ദു കൃഷ്ണ വിമർശിച്ചു. വാഹന പരിശോധനയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് താന്തോന്നിത്തരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്തെങ്കിലും മറച്ചുവെക്കാനുള്ളവർക്ക് ആശങ്കയും അമർഷവും ഉണ്ടാകുമെന്നും ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന എല്ലാ പരിശോധനയുമായി സഹകരിക്കാൻ LDF തയ്യാറാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഷാഫി പറമ്പിലിന്റെയും രാഹുലിന്റെയും വാഹനം മാത്രമല്ല പരിശോധിച്ചത്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ല. ഒന്നും ഒളിച്ചുവെക്കാനില്ലെങ്കിൽ മാന്യമായ നിലപാട് സ്വീകരിക്കണമെന്നും LDF കൺവീനർ. നിലമ്പൂരിലെ വാഹന പരിശോധനാ വിവാദം മുഖ്യമന്ത്രിയുടെ അഭ്യാസമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. LDFന്റെ വില കുറഞ്ഞ രാഷ്ട്രീയമാണ് പുറത്തുവരുന്നത്. പരാജയഭീതിയിൽ എന്തൊക്കെയോ കാണിക്കുന്നു എന്നും അടൂർ പ്രകാശ്. വാഹന പരിശോധന തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ന്യൂസ് 18നോട്. എന്തുകൊണ്ടാണ് ഷാഫിയുടെയും രാഹുലിന്റെയും മാത്രം വാഹനം തിരഞ്ഞുപിടിച്ച് പരിശോധിച്ചതെന്നും PMA സലാം ചോദിച്ചു. നിലമ്പൂരിൽ UDFന് രാഷ്ട്രീയം പറയാനില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എപ്പോഴും ഒരു പെട്ടിയും പിടിച്ചിരിക്കുകയാണ് UDF. അനാവശ്യ വിവാദങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയാണെന്നും ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പ് സമയത്തെ പരിശോധന സ്വാഭാവികമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് UDF പ്രവർത്തകർക്ക് ബോധ്യമുണ്ട്. മാന്യമായ സമീപനം പരിശോധകരിൽ നിന്ന് വേണം. മാന്യത ലംഘിച്ച പെരുമാറ്റമാണ് ഉണ്ടായതെന്നും അനിൽകുമാർ. UDF ജനപ്രതിനിധികളാണെന്ന് അറിഞ്ഞിട്ടും വാഹന പരിശോധന നടത്തിയത് അപമാനിക്കാനാണെന്ന് PK ഫിറോസ്. എന്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വാഹനങ്ങൾ പരിശോധിക്കുന്നില്ല? തെരഞ്ഞെടുപ്പിലെ തോൽവി മുന്നിൽ കണ്ടാണ് ഈ നീക്കങ്ങളെന്നും ഫിറോസ് ന്യൂസ് 18നോട്. വാഹന പരിശോധനയോട് എന്തിന് ഭയമെന്ന മന്ത്രി KN ബാലഗോപാൽ. ഒളിക്കാനുള്ളവർക്കേ ഭയമുണ്ടാവുകയുള്ളൂ. പരിശോധനയ്ക്ക് സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും KN ബാലഗോപാൽ. മലപ്പുറം വഴിക്കടവിൽ മന്ത്രി V അബ്ദുറഹ്മാന്റെ വാഹനം പരിശോധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ. ആനമറിയിൽ വച്ചാണ് മന്ത്രിയുടെ വാഹനം പരിശോധിച്ചത്.
തന്റെ വാഹനം 4 തവണ പരിശോധിച്ചതായി CPM നേതാവ് PK ബിജു. ഡ്രൈവറുടെ നമ്പറും എഴുതിയെടുത്തു. പരിശോധനയോട് സഹകരിക്കണമെന്നും ബിജു. രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് പെട്ടി വിവാദത്തിലൂടെ UDF നടത്തുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും ബാധകമാണ്. ചട്ടം പാലിച്ചാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയതെന്നും മുഹമ്മദ് റിയാസ്. കെ രാധാകൃഷ്ണൻ MPക്ക് ഇല്ലാത്ത എന്ത് പ്രിവിലേജാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളതെന്ന് മന്ത്രി MB രാജേഷ്. എല്ലാ നേതാക്കളുടെ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. സർക്കാർ ചെയ്ത കാര്യങ്ങൾക്ക് ജനം വോട്ട് ചെയ്യുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും MB രാജേഷ് ന്യൂസ് 18നോട്. നിലമ്പൂരിൽ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മന്ത്രിമാർ തമ്പടിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നുവെന്നും സണ്ണി ജോസഫ്. വയനാട് ദുരന്തത്തിലടക്കം കേന്ദ്ര സർക്കാർ സമീപനം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസനത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യും. M സ്വരാജ് നിയമസഭയിലെത്താൻ കാത്തിരിക്കുകയാണെന്നും റവന്യൂ മന്ത്രി ന്യൂസ് 18നോട്. UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ കോൺഗ്രസിനെയും ലീഗിനെയും കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനം ചർച്ചയാക്കണമെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി ഊന്നൽ കൊടുക്കുന്നത് ഇക്കാര്യത്തിനാണ്. ലീഗിലെയും UDFിലെയും അസംതൃപ്തരുടെയും സമസ്തയിൽ ഒരു വിഭാഗത്തിന്റെയും വോട്ട് ലക്ഷ്യമിട്ടാണ് നീക്കം. അതേസമയം മലപ്പുറം വിവാദത്തെക്കുറിച്ച് ഇന്നലത്തെ 2 യോഗങ്ങളിലും മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. 9 വർഷം സർക്കാർ ചെയ്ത കാര്യങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറയുന്നതിലൂടെ ഭരണത്തിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം എന്ന സൂചനയും മുഖ്യമന്ത്രി നൽകുന്നു. ജമാഅത്ത് വിവാദത്തിൽ LDFിനെ കടന്നാക്രമിച്ച PMA സലാം. ജമാഅത്തെ ഇസ്ലാമിയെ 30 വർഷം കൂടെ കൂട്ടിയവരാണ് LDF. വഖഫ് ബോർഡിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സമസ്തയ്ക്ക് മുൻപേ ഇടം നൽകിയവരാണ് ഇടതുപക്ഷമെന്നും PMA സലാം ന്യൂസ് 18നോട്. ജമാഅത്തെ ഇസ്ലാമിയെ അസോസിയേറ്റ് ആക്കിയത് ലോകത്ത് കേരളത്തിൽ മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി നിലപാട് തിരുത്തിയെന്ന് പറയുന്നത് അവരെ വെള്ളപൂശാൻ. എന്തും പറയാൻ മടിയില്ലാത്ത ഒരാളായി പ്രതിപക്ഷ നേതാവ് മാറിയെന്നും MV ഗോവിന്ദൻ. നിലമ്പൂരിൽ പ്രചരണത്തിന് MK മുനീർ എത്താത്തത് എന്തുകൊണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല കുട്ടി സർട്ടിഫിക്കറ്റ് നൽകിയ VD സതീശന്റെ നിലപാടിൽ മുനീറിന്റെ മറുപടി എന്താണെന്നും മുഹമ്മദ് റിയാസ് ചോദിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യു തൃതീയൻ കാത്തോലിക്ക ബാവ. മദ്യം സുലഭമാക്കുന്ന നയം അപലപനീയമാണ്. സർക്കാരിന്റെ കണ്ണ് പണത്തിൽ മാത്രം. ലഹരിയുടെ കാര്യത്തിൽ സർക്കാർ ബോധവൽക്കരണം നടത്തിയാൽ മാത്രം പോരെന്നും കാതോലിക്ക ബാവ. സ്കൂൾ സമയമാറ്റത്തിൽ കോൺഗ്രസിനും ലീഗിനുമെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം. വിഷയത്തിലെ നിലപാട് അവസരവാദമെന്നാണ് വിമർശനം. സമയമാറ്റത്തെ അനുകൂലിക്കുന്നുവെങ്കിൽ അത് തുറന്നു പറയണമെന്നും സുപ്രഭാതത്തിലെ ലേഖനത്തിൽ വിമർശനം. ശബ്ദരേഖാ വിവാദത്തിൽ പ്രതികരിച്ച് ബിനോയ് വിശ്വം. ഞാൻ അറിയുന്ന നേതാക്കൾ അങ്ങനെ പറയില്ല. പാർട്ടിയുടെ അച്ചടക്കത്തെ ലംഘിക്കുന്നവരല്ല അവരെന്നും മാപ്പ് പറഞ്ഞ കാര്യം തനിക്ക് അറിയില്ലെന്നും ബിനോയ് വിശ്വം. അതേസമയം CPI എറണാകുളം മണ്ഡലം സമ്മേളനത്തിൽ ബിനോയ് വിശ്വവും CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും ഒരേ വേദിയിലെത്തി. രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണർക്ക് ഇത്ര വാശി പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അത് മാറ്റേണ്ടി വരും. RSS ശാഖകളിലുള്ളവർക്ക് അത് മനസ്സിലാകുമെന്നും ബിനോയ് വിശ്വം. അഹമ്മദാബാദ് വിമാനാപകടം അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് നിയോഗിച്ചത്. 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കും. വിമാനാപകടത്തിന്റെ കാരണം എന്തെന്ന് സമിതി അന്വേഷിക്കും. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും സമിതി മുന്നോട്ടുവയ്ക്കും. തകർന്ന വിമാനത്തിലെ പൈലറ്റിന്റെ അവസാന സന്ദേശം പുറത്ത്. സന്ദേശം നീണ്ടത് 5 സെക്കൻഡ് മാത്രം. മെയ് ഡേ എന്ന് 3 തവണ ആവർത്തിച്ചു. ഉയർന്നു പറക്കാനുള്ള ആവേഗം ലഭിക്കുന്നില്ല. താഴേക്ക് പതിക്കുകയാണ് എന്നാണ് സന്ദേശം. അതിനിടെ ഇന്ന് വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു എയർ ഹോസ്റ്റസിന്റെ മൃതദേഹം കൂടി കണ്ടെടുത്തു. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും പക്ഷിശല്യം രൂക്ഷം. വലിയ ശബ്ദത്തോടെ പടക്കം പൊട്ടിച്ചാണ് ഇവയെ പറപ്പിക്കുന്നത്. പക്ഷികൾ കൂട്ടത്തോടെ വന്നതിനാൽ വിമാനം തിരിച്ചിറക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ടെന്നും അധികൃതർ.
അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയെ സാമൂഹിക മാധ്യമത്തിലൂടെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെ കർശന നടപടി ഉണ്ടായേക്കും. കേരള സർവീസ് റൂളിന് ഘടകവിരുദ്ധമായ തുടർച്ചയായി പ്രവർത്തിച്ചതാണ് ഇയാൾക്ക് കുരുക്കാവുക. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പവിത്രനെ ഇന്നലെ ഹോസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു ഫല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. കണ്ണൂരിൽ വൈദികന് നേരെ ആക്രമണം. ബിഷപ്പ് ഹൌസിൽ ധനസഹായം ചോദിച്ചെത്തിയ ആൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണം നടത്തിയ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നൽകിയ ധനസഹായം കുറഞ്ഞുപോയെന്ന് ആരോപിച്ച് കറിക്കത്തി കൊണ്ടായിരുന്നു ആക്രമണം. വലത് കൈക്കും വയറിനും കുത്തേറ്റ ജോർജ് പൈനാടത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിക്കെതിരെ വധശ്രമം ചുമത്തി കേസെടുത്തു. കോഴിക്കോട് മലാപ്പറമ്പിലെ പെൺവാണിഭ കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയേക്കും. കോഴിക്കോട് കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായിരുന്ന കെ ഷൈജിത്ത്, കെ സനിത, പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശി അമനീഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടക്കാവ് പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കുക. കാസർഗോഡ് വൈദ്യുതി ലൈനിൽ തട്ടിയ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. മേൽപ്പറമ്പ് ദേളി റോഡിലാണ് അപകടം. കണ്ടെയ്നറിനുള്ളിലെ 10 റെഫ്രിജറേറ്ററുകൾ കത്തിനശിച്ചു. കോഴിക്കോട് മുക്കം KMCT മെഡിക്കൽ കോളേജിൽ രോഗിയെ കാണാനെത്തിയ സ്ത്രീയുടെ സ്കൂട്ടർ മോഷണം പോയി. ചാത്തമംഗലം NIT സ്വദേശി ജലീലിന്റെ വാഹനമാണ് മോഷണം പോയത്. ബന്ധുവിനെ കാണാനെത്തിയപ്പോഴാണ് സംഭവം. മോഷ്ടാവിന്റെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. മുക്കം പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് മഴ ശക്തം. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും മറ്റ് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയെന്ന ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം 15-ന് രാത്രി വരെ ജാഗ്രതാ നിർദ്ദേശം നൽകി. 3.5 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകും. കടലേറ്റത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും വിനോദസഞ്ചാരവും പാടില്ല. ബോട്ടുകളും വള്ളങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളും സുരക്ഷിതമാക്കണമെന്നും സമുദ്ര ഗവേഷണ കേന്ദ്രം. തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണു. പെരുമാതുറ സ്വദേശി സീന റഷീദിന്റെ വീടിന്റെ റൂഫ് ഷീറ്റാണ് തീരദേശ റോഡിലേക്ക് വീണത്. ഇരുമ്പ് ഷീറ്റിട്ട മേൽക്കൂര പൂർണ്ണമായി അടന്നുമാറി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ജനത്തിരക്കുള്ള സമയമായിരുന്നെങ്കിലും ആരും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 2342.60 അടിയായി. മുൻവർഷത്തേക്കാൾ 12.80 അടി വെള്ളം കൂടുതലുണ്ട്. ഡാമിന്റെ സംരക്ഷണ ശേഷിയുടെ 39.63%. മുല്ലപ്പെരിയാർ ഡാമിൽ 1282 അടിയാണ് ജലനിരപ്പ്.
പാലക്കാട് തിരുമിറ്റക്കോട് തോട്ടിൽ ഗൃഹനാഥൻ മരിച്ച നിലയിൽ. ഞാങ്ങാട്ടേരി മാട്ടായ സ്വദേശി ദാസനാണ് മരിച്ചത്. ലോട്ടറി വിൽപ്പന തൊഴിലാളിയാണ്. കോഴിക്കാട്ടേരി പാലത്തിന്റെ കുളക്കടവിലാണ് ഇന്ന് കാലത്ത് മൃതദേഹം കണ്ടെത്തിയത്. ചാലിശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി. പത്തനാപുരം കടയ്ക്കാമണ്ണിൽ പോലീസ് ജീപ്പ് മറിഞ്ഞു. പോക്സോ കേസ് പ്രതിയുമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോകവെയാണ് അപകടം. എല്ലാവർക്കും നിസ്സാര പരിക്കാണുള്ളത്. റോഡിലെ വെള്ളക്കെട്ടിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ ജീപ്പ് നിയന്ത്രണം വിട്ട് മറിയുകയായി. കൊച്ചിയിൽ മുങ്ങിയ കപ്പൽ എൽസ 3 നിന്ന് ഇന്ധന ചോർച്ച ഇല്ല എന്ന ദുരന്ത നിവാരണ അതോറിറ്റി. എണ്ണ ടാങ്കുകളുടെ ക്യാപ്പിംഗ് ഇതിനകം പൂർത്തിയായി. തീരത്തടിഞ്ഞ വസ്തുക്കൾ മാറ്റാനായി വോളണ്ടിയർമാരെ ഉപയോഗിച്ച് മാറ്റുന്ന പ്രക്രിയ തുടരുകയാണെന്നും അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് കുറ്റ്യാടിയിലെ സ്വകാര്യ ലാബിൽ ഒളിക്യാമറ വെച്ച നടത്തിപ്പുകാരൻ പിടിയിൽ. താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള അരീക്കര ലാബിലാണ് സംഭവം. ലാബ് ഉടമയുടെ സഹോദരൻ കൂടിയായ അസ്ലമാണ് അറസ്റ്റിലായത്. രാത്രി 11 മണിയോടെ ജീവനക്കാരെ ശുചിമുറിയിൽ കയറിയപ്പോഴാണ് ഒളിച്ചുവെച്ച മൊബൈൽ ഫോൺ ശ്രദ്ധയിൽപ്പെട്ടത്. യുവതി ബഹളം വെച്ചതോടെ നാട്ടുകാർ സ്ഥലത്തെത്തി അസ്ലമിനെ കൈകാര്യം ചെയ്ത ശേഷം പോലീസിലേൽപ്പിച്ചു. കാട്ടാക്കട പൂവച്ചലിൽ മദ്യലഹരിയിൽ ഓടിച്ച കാർ സ്കൂട്ടറിലിടിച്ച് ബൈക്ക് യാത്രക്കാരിക്ക് പരുക്ക്. ഒറ്റശേഖരമംഗലം സ്വദേശി രാജിക്കാണ് പരിക്കേറ്റത്. പൂവച്ചൽ അമ്പലം ജംഗ്ഷന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ രാജിയെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഓടിച്ച ആൾ മദ്യലഹരിയിലായിരുന്നെന്ന് പോലീസ്. 5 വയസ്സുകാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത പിതാവ് പാറശാലയിൽ പിടിയിൽ. ശിശുക്ഷേമ സമിതിയിൽ നിന്നും ദത്തെടുത്ത കുഞ്ഞിനെയാണ് 52-കാരൻ ലൈംഗികമായി ചൂഷണം ചെയ്തത്. കുട്ടി അമ്മയോട് വിവരം പറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഡോക്ടറെ സമീപിക്കുകയായിരുന്നു. ഡോക്ടറുടെ പരിശോധനയിൽ പീഡനം സ്ഥിരീകരിച്ചു. തുടർന്ന് പാറശാല പോലീസ് കുട്ടിയുടെ മൊഴിയിൽ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോടതി വിധി കാത്ത ക്രൈംബ്രാഞ്ച്. ദിയയുടെയും 3 എതിർകക്ഷികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്ന ശേഷമാകും ക്രൈംബ്രാഞ്ച് തുടർ നടപടികളിലേക്ക് കടക്കുക. ദിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 18-ലേക്ക് മാറ്റിയിരുന്നു. പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടായിരിക്കുമെന്ന വിലയിരുത്തലിൽ 3 ജീവനക്കാരും ഇപ്പോഴും ഒളിവിൽ കഴിയും. വണ്ടാനം ഉച്ചിപ്പുഴ വീട്ടിൽ BV അന്തരിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാമിന്റെ അമ്മയാണ്. 83 വയസ്സായിരുന്നു. സംസ്കാരം പുന്നപ്ര വണ്ടാനം ഷറഫുൽ ഇസ്ലാം മസ്ജിദ് ഖബറിസ്ഥാനിൽ വൈകിട്ട് 3 മണിക്ക് നടക്കും. രാജ്യത്ത് 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച 9 പേർ മരിച്ചു. കേരളത്തിൽ 3, മഹാരാഷ്ട്രയിൽ 4, തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ഓരോ മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിലും വർധനയുണ്ട്. ഇതുവരെ 7400 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇതിൽ 2109 പേർ കേരളത്തിലാണ്. നിരവധി തവണ മാറ്റിവെച്ച ആക്സിയം 4 ദൗത്യം ഈ മാസം 19-ന് വിക്ഷേപിക്കും. 2 ആഴ്ച ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷമാകും ശുഭാംശു അടക്കമുള്ള 4-അംഗ സംഘം തിരിച്ചെത്തുക. മോശം കാലാവസ്ഥയും ബഹിരാകാശ പേടകത്തിന്റെ അന്തിമ തയ്യാറെടുപ്പുകളും കാരണമാണ് യാത്ര മാറ്റിവെച്ചത്. IPL ടീമുകളുടെ വിജയാഘോഷങ്ങളുടെ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്താനായി BCCI ഇന്ന് അപെക്സ് കൗൺസിൽ മീറ്റിംഗ് നടത്തും. ഇത്തവണത്തെ IPL ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ വിജയാഘോഷവേളയിൽ 11 പേർ കൊല്ലപ്പെടുകയും 50ഓളം പേർക്ക് പരിക്കുപറ്റിയ സാഹചര്യത്തിലാണ് അടിയന്തര യോഗം വിളിച്ചു ചേർക്കുന്നത്. ബീഹാറിൽ ഭാര്യയുമായി വഴക്കിട്ട ശേഷം 4 മക്കളുമായി യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. ബീഹാർ സ്വദേശി മനോജ് മഹാത്തോ മക്കളായ പവൻ, കാരു, മുരളി, ചോട്ടു എന്നിവരാണ് മരിച്ചത്. ഭാര്യ പ്രീതിയുമായുള്ള വഴക്കിനെ തുടർന്ന് പാർക്കിൽ പോകുന്നെന്ന് പറഞ്ഞാണ് മനോജ് കുട്ടികളുമായി വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ പാർക്കിലേക്ക് പോകുന്നതിന് പകരം തൊട്ടടുത്ത റെയിൽവേ പാതയിലേക്കാണ് പോയത്. ബംഗ്ലാദേശിൽ അടുത്ത വർഷം ഫെബ്രുവരിയിൽ ദേശീയ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യതയെക്കുറിച്ചുള്ള സൂചന നൽകി മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാനുമായി ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ് കൂടിക്കാഴ്ച നടത്തി. ലണ്ടനിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയ ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് സൂചന. ഡൊണാൾഡ് ട്രംപിന് ഇന്ന് ജന്മദിനം. 79-ാം ജന്മദിനവും സൈന്യത്തിന്റെ 250-ാം വാർഷികവും ആഘോഷിക്കുന്നതിനായി $45 മില്യൺ സൈനിക പരേഡാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ മൂലം പരിപാടി നടക്കുമോ എന്ന ആശങ്കയുണ്ട്. ട്രംപിന്റെ നയങ്ങളെ എതിർക്കുന്ന ഗ്രൂപ്പുകൾ രാജ്യത്തുടനീളമുള്ള 100 കണക്കിന് നഗരങ്ങളിൽ നോ കിങ്സ് പ്രകടനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ദുബായ് മെട്രോയുടെ പ്രവർത്തനക്ഷമതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനായി
AI അധിഷ്ഠിത റോബോട്ടിക് പരിശോധനാ സംവിധാനം വിന്യസിച്ചു. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ദുബായിയെ AI-യുടെ സുസ്ഥിര അടിസ്ഥാന സൗകര്യങ്ങളുടെയും ആഗോള കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് സുപ്രധാന ചുവടുവയ്പ്. ബഹ്റൈൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രൊഫസർ നരേന്ദ്രപ്രസാദ് അനുസ്മരണ നാടകോത്സവത്തിന് തുടക്കം. നരേന്ദ്രപ്രസാദിന്റെ ഇളയ മകൾ ദിവ്യ നരേന്ദ്രപ്രസാദ് തിരിതെളിയിച്ച നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള നരേന്ദ്രപ്രസാദ് ചടങ്ങിൽ സംസാരിച്ചു. കുവൈത്തിൽ താപനില ഉയരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ചയോടെ താപനില 52 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് കുവൈത്ത് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ഉപരിതല ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം വർദ്ധിക്കുകയും ചൂടും ഈർപ്പവുമുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നതാണ് താപനില വർദ്ധിക്കാൻ കാരണം. ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനാകാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. ബേസിൽ ജോസഫ് അവതരിപ്പിച്ച പാൻ ഇന്ത്യൻ സാധ്യതയുള്ള കഥ അല്ലു അർജുന് ഇഷ്ടമായെന്നാണ് റിപ്പോർട്ടുകൾ. ഗീത ആർട്സിന്റെ ബാനറിൽ അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവിന്ദ് നിർമ്മിക്കുന്ന ചിത്രത്തിന് ജേക്സ് ബിജോയാവും സംഗീത സംവിധാനം എന്ന റിപ്പോർട്ടുമുണ്ട്. വാർത്തകളിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ആഗോള ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടർന്ന സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രം ലിലോ ആൻഡ് സ്റ്റിച്ച്. റിലീസ് ചെയ്ത 17 ദിവസം കൊണ്ട് ചിത്രം നേടിയത് $700 മില്യൺ എന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ നിന്ന് മാത്രമായി 339 മില്യണാണ് ചിത്രം നേടിയത്. മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ആട് 3 എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിനായി മലയാളത്തിലെ 2 വമ്പൻ സിനിമാ നിർമ്മാണ കമ്പനികൾ ഒന്നിക്കുന്നു. വേണു കുന്നപ്പിള്ളി നേതൃത്വം നൽകുന്ന കാവ്യ ഫിലിം കമ്പനി, വിജയ് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൈഡേ ഫിലിം ഹൌസ് എന്നിവയാണ് ഈ വമ്പൻ ചിത്രത്തിനായി ഒന്നിക്കുന്നത്. കുട്ടികളിലെ സ്ക്രീൻ ആസക്തിയെക്കുറിച്ചും മൊബൈൽ ദുരുപയോഗത്തിന്റെ വൈകാരിക ആഘാതങ്ങളെക്കുറിച്ചും പറയുന്ന മലയാള ചിത്രം ഈ വലയം റിലീസിന്. കുട്ടികളെയും കൗമാരക്കാരിലെയും സ്ക്രീൻ അഡിക്ഷന്റെ ദുരന്ത ഫലങ്ങൾ വരച്ചുകാട്ടുന്ന ഈ ചിത്രം പ്രധാനമായും സ്കൂൾ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ലക്ഷ്യമിട്ടാണ് പുറത്തിറക്കിയത്. തെലുങ്ക് താരം വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന പുതിയ ചിത്രം കണ്ണപ്പ പാൻ ഇന്ത്യൻ റിലീസിന് ഒരുങ്ങുന്നു. മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ കേരള വിതരണം നിർവഹിക്കുന്ന ആശീർവാദ് സിനിമാസാണ്. നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ കാട്ടാളനിൽ നായികയാകാൻ രജിഷ വിജയൻ. കാട്ടാളന്റെ ലോകത്തേക്ക് രജിഷയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ക്യൂബ്സ് എന്റർടൈൻസ്. ചിത്രത്തിൽ നായകനായി എത്തുന്നത് ആന്റണി വർഗീസ് പെപ്പെ. കമൽഹാസൻ മണിരത്നം ചിത്രം തഗ് ലൈഫിന്റെ ഷോകൾ വെട്ടിക്കുറച്ച് തിയേറ്റർ ഉടമകൾ. ചിത്രം കാണാൻ ആളില്ലാതായതോടെയാണ് നടപടി. റിലീസ് ദിവസം ഇന്ത്യയിലാകെ 4917 ഷോകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 2089 കുറഞ്ഞു. കർണാടകയിൽ ചിത്രം റിലീസ് ചെയ്യാതിരുന്നതും സിനിമയ്ക്ക് നഷ്ടമായി മാറി. ജനപ്രിയ ഹിന്ദി വെബ് സീരീസ് പഞ്ചായത്തിന്റെ 4ാം സീസണിന്റെ ട്രെയിലർ പുറത്ത്. ജൂൺ 24-ന് ആമസോൺ പ്രൈം വഴിയാണ് സീരീസ് പുറത്തിറങ്ങുന്നത്. 2020 ഏപ്രിൽ 3-ന് ആദ്യമായി സ്ട്രീമിംഗ് ആരംഭിച്ച പഞ്ചായത്തിന്റെ 5ാം വാർഷികത്തിനാണ് 4ാം സീസൺ പുറത്തിറങ്ങുന്നത്. സീസൺ 3 കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പുറത്തിറങ്ങിയിരുന്നു. പ്രേമലു 2-ന്റെ റിലീസ് വൈകുമെന്ന് സൂചന. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ഭാവന സ്റ്റുഡിയോസ് അടുത്തതായി ചെയ്യുന്ന പ്രോജക്റ്റ് മറ്റൊന്നാകും എന്ന് ദിലീഷ് പോത്തൻ വ്യക്തമാക്കി. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നതും ഗിരീഷ് ഏടിയാകും. ഇതിന് ശേഷമാകും പ്രേമലു 2-ന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുക. നാദിർഷ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം മാജിക് മഷ്റൂംസ് ഫ്രം കഞ്ഞിക്കുഴിയുടെ ചിത്രീകരണം ആരംഭിച്ചു. സിനിമയുടെ ഫസ്റ്റ് ക്ലാപ്പ് ഹരിശ്രീ അശോകനും സ്വിച്ച് ഓൺ കർമ്മം സിനിമയുടെ നിർമ്മാതാവ് അഷ്റഫ് പിലാക്കലും നിർവഹിച്ചു. അക്ഷയ ഉദയകുമാറാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. ഇനി പകൽ വാർത്ത കാണാം. നമസ്കാരം.